ചക്ക കിട്ടിയപ്പോൾ ഒരു പൂതിക്ക് ചെയ്ത് നോക്കിയതാണ് ചക്ക അട. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നല്ലൊരു വരിക്കച്ചക്കയായിരുന്നു. നാട്ടിൽ നിന്ന് വരുമ്പോൾ ചെന്നൈയിലേക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് ടഫായിരുന്നു ഏറ്റിപ്പിടിച്ചൊക്കെ കൊണ്ടുവരാൻ, പക്ഷേ എന്നാലും നമ്മളിങ്ങോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക ഇങ്ങനെ ചുള പറിച്ചെടുത്തിട്ട് കുരു മാറ്റി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണോളാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത്. എന്നിട്ട് കുറച്ച് ശർക്കരപ്പാനിയും നാളികേരം ചിരവിയതും, പിന്നെ വേണമെങ്കിൽ ഏലക്കയൊക്കെ ചേർക്കാം. ഞാൻ ഏലക്കപ്പൊടിയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് നന്നായി കുഴച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്പൂണിലൊക്കെ എടുത്തിട്ട് വീഴുമ്പോൾ മുറിഞ്ഞ് വീഴണം. കുറച്ച് നെയ്യും കൂടെ ചേർക്കാം കേട്ടോ. ഏലക്കപ്പൊടിയോ ചുക്കുപൊടിയോ ഒക്കെ ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. പക്ഷെ ഞാനത് രണ്ടും ഇട്ടില്ല, കാരണം ചക്കയുടെ തന്നെ ടേസ്റ്റ് വരട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. എന്നിട്ട് ഇലയിലേക്ക് ഇങ്ങനെ നടുവിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു വെച്ച് പരത്തി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ചക്ക ഫില്ല് ചെയ്തിട്ടുള്ള അടയും കണ്ടിട്ടുണ്ട്. നമ്മൾ പഴമോ അല്ലെങ്കിൽ നാളികേരവും ശർക്കരയും കൂട്ടിയിട്ടുള്ള കൂട്ടൊക്കെ ചേർത്തിട്ട് ഫില്ല് ചെയ്യില്ലേ അട, അതുപോലെ ഫില്ല് ചെയ്തിട്ടുള്ള ചക്ക അടയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ നന്നായി തോന്നിയത്. അതാണ് ഇത് പരീക്ഷിച്ചത് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും ചക്കയട. അട നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവർ ചെയ്ത് നോക്കണം കേട്ടോ. ചായക്കൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്.